ഹലോ, ഇത് നമുക്കൊരു എണ്ണ കാച്ചെടുക്കാം. പെട്ടെന്ന് സംഘടിപ്പിക്കുന്ന അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ കൊണ്ട് വീട്ടിൽ തന്നെ എങ്ങനെയാണ് എണ്ണ കാച്ചുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് മുറ്റത്തുനിന്ന് പെട്ടെന്ന് കിട്ടുന്ന ചെമ്പരത്തി എടുക്കാം. ചെമ്പരത്തി പൂവും മുട്ടും തളിരിലയും ഒക്കെ ഇതിനായിട്ട് എടുക്കാം. ചെമ്പരത്തി നമ്മുടെ മുടിയെ സൂര്യരശ്മിയിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. കൂടാതെ നമ്മുടെ സ്കാൽപ്പിന് നല്ല തണുപ്പ് കിട്ടാനും ചെമ്പരത്തി ഉപയോഗിക്കും. ചെമ്പരത്തി കൊണ്ടുള്ള പാക്കും ഹെയർ ഓയിലും ഒക്കെയും ഹെയറിന് നല്ലതാണ്. അടുത്തായി എടുക്കുന്ന നെല്ലിക്കയാണ്. നെല്ലിക്ക വൈറ്റമിൻ സി റിച്ചാണ്. ഇത് മുടിയെ ഡാമേജിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യും. കൂടുതൽ കറുപ്പ് കിട്ടാനും സ്ട്രോങ് ആക്കുകയും തിളക്കത്തിനുമൊക്കെ നെല്ലിക്ക ഹെൽപ്പ് ചെയ്യും. അടുത്തതായി തുളസി ഇലകൾ എടുക്കാം. ആയുർവേദ പരിഹാരമായിട്ട് മുടിയുടെ പല പ്രശ്നങ്ങൾക്കും ഉപയോഗിക്കാവുന്ന ഒരിലയാണ് തുളസിയുടേത്. മുടി പൊട്ടുന്നത് തടയാനും അകാലനര മാറാനും താരൻ മാറാനും ഡ്രൈ ഹെയർ മാറാനൊക്കെയും തുളസി ഇലകൾ ഉപയോഗിക്കുന്നത്. തുളസി ഇല കൊണ്ടുള്ള പാക്കും ഒക്കെയും ഹെയർ ഗ്രോത്തിന് യൂസ് ചെയ്യുന്നു. അടുത്തതായി ഭൃംഗരാജ് എന്നറിയപ്പെടുന്ന കയ്യോന്നി. ഇത് ഈർപ്പമുള്ള സ്ഥലത്താണ് കൂടുതലായിട്ട് വളരുന്നത്. ഇതിൻ്റെ ഇലയും പൂവും ഒക്കെ നമുക്ക് ഔഷധ ഗുണമുള്ളതാണ്. ഇത് മുടി നീളം വയ്ക്കാൻ, സിൽക്കി ആകാനും സ്ട്രോങ് ആകാനും താരൻ മാറാനും ഡ്രൈ സ്കാൽപ്പിനുമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അടുത്തതായി കറിവേപ്പില എടുക്കാം. ഇത് പോഷകങ്ങളുടെ കലവറ എന്നാണ് അറിയപ്പെടുന്നത്. നമുക്ക് കഴിക്കുന്നതിലൂടെയും തലയിൽ തേക്കുന്നതിലൂടെയൊക്കെയും ഗുണം ചെയ്യും. കാൽസ്യം, ഇരുമ്പ്, ഫോസ്ഫറസ് എല്ലാം ഉണ്ട് കറിവേപ്പിലയിൽ. ഇത് അകാലനര മാറാൻ, ബ്ലഡ് സർക്കുലേഷന്, ഫംഗൽ ഇൻഫെക്ഷൻ, ബാക്ടീരിയ ഇൻഫെക്ഷനൊക്കെയും യൂസ് ചെയ്യുന്നതാണ് കറിവേപ്പില. അടുത്തതായി ആര്യവേപ്പ് എടുക്കാം. കുറച്ച് സാഹസികതയോടെ പറിച്ചത് ആര്യവേപ്പായിരുന്നു. ഇത് കൂടുതലായിട്ട് സ്പ്ലിറ്റ് എൻഡ്സിനാണ് ബെസ്റ്റ്. പിന്നെ ഹെയറിന് മോയ്സ്ചറൈസിങ് നൽകുന്നു. ഓരോ മുടിയെയും ശക്തിയോടെ വളരാനാണ് ആര്യവേപ്പ് ഹെൽപ്പ് ചെയ്യുന്നത്. താരനൊക്കെ മാറാനും ബെസ്റ്റാണ്. ഇതിൻ്റെ പാക്കൊക്കെയും താരൻ മാറാൻ യൂസ് ചെയ്യും. അടുത്തതായി കറ്റാർവാഴയാണ്. നമ്മൾ നെല്ലിക്കനെ വൈറ്റമിൻ സി റിച്ച് എന്ന് പറഞ്ഞ അങ്ങനെ നമ്മൾ എടുത്ത ഇലകളും പൂവുകളും എല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ പറയാത്തതായിട്ടുള്ളത് ചുവന്നുള്ളിയുണ്ട്, അശോകച്ചെത്തിയുണ്ട്, പിന്നെ ഉലുവ, നെല്ലിക്ക, ഉണക്കിയ നെല്ലിക്കയാണ് സെൻറ്ററിലിരിക്കുന്നത്. പിന്നെ കുറച്ച് കുരുമുളക് ലാസ്റ്റായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നീർദോഷമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഓരോ ഇലകൾ സെപ്പറേറ്റ് ആയിട്ട് കല്ലിലിട്ട് ചതച്ചെടുത്ത് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മൾ ചതയ്ക്കുന്ന കയ്യോന്നിയാണ്. അത് ഇച്ചിരി ഹാർഡാണ് കൂട്ടത്തിലുള്ളത് വെച്ച്. അത് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കണം. അങ്ങനെ നമ്മൾ കയ്യോന്നി ചതച്ച് മാറ്റി വെച്ച് ഓരോന്നായിട്ട് സെപ്പറേറ്റ് ചതച്ച് വെക്കണം. ഇനി നമുക്ക് എണ്ണ കാച്ചലിലോട്ട് കിടക്കാം. എണ്ണ കാച്ചൽ നമ്മൾ അടുപ്പിലാണ്. അടുപ്പിൽ ചെയ്യുന്നതിൻ്റെ ഗുണമൊന്ന് വേറെ തന്നെയാണ്. അടുപ്പിൽ ഇരുമ്പ് ചീനച്ചട്ടിയിലാണ് നമ്മൾ എണ്ണ കാച്ചേണ്ടത്. നമുക്ക് ചീനച്ചട്ടി ഇരുമ്പിൻ്റെ കിട്ടിയില്ലെങ്കിലും അടുപ്പിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മളിവിടെ 1 ലിറ്റർ എണ്ണ എടുക്കുന്നുണ്ട്. ആട്ടിയ വെളിച്ചെണ്ണ. പിന്നെ നമ്മൾ ചതച്ചോ അരച്ചൊക്കെ മാറ്റി വെച്ചിരിക്കുന്ന ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ ഒഴിച്ച് അതിൻ്റെ പുറകെ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. എണ്ണ അധികം ചൂടാകാനൊന്നും നിൽക്കുന്നില്ല.
വലിയൊരു പൊട്ടിത്തെറി ഒഴിവാക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. എല്ലാം കൂടി നമ്മളിട്ട് കൊടുക്കണം. ഇത് ഉണക്ക നെല്ലിക്കയാണ്. നെല്ലിക്ക നല്ലപോലെ 2 ദിവസം വെയിലത്ത് വെച്ച് ഉണക്കിയതാണത്. ഓരോന്നോരോന്ന് ഇട്ട് കൊടുത്ത് എണ്ണ ചൂടായി അത് മൂത്ത് വരുന്ന വരെ ഇളക്കി ഇരിക്കണം. മൂത്ത് തരി പോലെ വരും, നല്ലപോലെ മൂത്ത്. ഇത് നല്ലപോലെ പതഞ്ഞു പൊങ്ങി പദമാറുന്നതാണ് ഒരു പരുവം എന്ന് പറയുന്നത്. ഇത് നല്ലപോലെ മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് പിടിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. പതയൊക്കെ മാറി വരുന്നതാണ് അതിൻ്റെ ഒരു പരുവം. ഫൈനൽ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ എല്ലാവരും എണ്ണ കാച്ചി നോക്കാം കേട്ടോ. ഓക്കെ, ബൈ.